കോഴിക്കോട് ഗോദീശ്വരം കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമാണ്. മതിയായ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ റോഡുകളടക്കം കടലെടുത്തു. ഏത് നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഈ കടലോര ഗ്രാമം. എന്നാൽ മഴ കനത്തതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡുകൾ കടലെടുത്തു കഴിഞ്ഞു. ഏതു നിമിഷവും തിരമാലകൾ ജീവനും സ്വത്തും കവരുമെന്ന ഭീഷണിയിലാണ് ഇവർ കഴിയുന്നത്. നിലവിൽ ആവശ്യം ഇവിടെ ഒരു വെള്ളം ഈ ജനവാസ മേഖലയിലേക്ക് വെള്ളം എടുക്കാതെ ഒരു കെട്ട് വരണം. അതിനുവേണ്ടി എന്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇവിടെയുള്ള കുട്ടികൾ, സുഖമില്ലാത്ത മക്കളുണ്ട്, അങ്ങനെ പല രീതിയിലും ജീവിക്കുന്ന ആളുകളാണ്, രോഗികളുണ്ട്. അവർക്ക് ഒരു സ്വസ്ഥമായിട്ടൊരു ഉറക്കെങ്കിലും കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. തീരസംരക്ഷണത്തിന് ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണവും പ്രതിരോധ സംവിധാനവും ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ എങ്ങുമെത്താത്ത പദ്ധതികൾ ഇവരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. സ്ഥലം വിട്ടുപോകാനും ഇതിനായി 10 ലക്ഷം രൂപ അനുവദിക്കാമെന്നുമാണ് സർക്കാർ ആവർത്തിക്കുന്നത്. എന്നാൽ ഈ പണം ഒന്നിനും തികയില്ലെന്നും ഉപജീവന മാർഗം വിട്ട് എങ്ങോട്ടു പോകുമെന്നും മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു. നമുക്ക് ജീവിക്കണം മരണം വരെ. അതല്ലാതെ കൊടുത്ത് എവിടെയും പോയി പാർക്കട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് പൈസ ഇല്ല, സ്വത്തില്ല, മുതലില്ല. പെട്ടെന്ന് മാറി താമസിക്കാനൊക്കെ കഴിയപ്പോൾ ഞങ്ങൾക്ക് അത് പണിക്ക് പോണ ആളുകൊണ്ട് ഞാനിപ്പോൾ പണി കഴിഞ്ഞേരാ വീട്ടണി. ഗോദീശ്വര ക്ഷേത്രവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. ദിവസേന ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളത്. എല്ലാ അധികാരികൾക്കും വേണ്ട നിവേദനങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. കാരണം വെച്ചാൽ പരിസരം മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിന് അത് ബാധിക്കും. കാരണം വെച്ചാൽ ഒരുപാട് കാലത്തെ പഴക്കമുള്ള വെച്ചാൽ രാമേശ്വരത്തിൻ്റെ കാലത്തിൻ്റെ അതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രം അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണം, അതും ഇവിടുത്തെ ജനങ്ങളുടെ, ഈ ഗോദീശ്വരം ഭാഗത്ത് വസിക്കുന്ന ജനങ്ങളുടെ സംരക്ഷണം, ഇതാണ് നമ്മളുടെ ആവശ്യം. ഗോദീശ്വരം ബീച്ച് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് ഓരോ വർഷവും ലക്ഷങ്ങൾ അനുവദിക്കാറുണ്ടെങ്കിലും ഒന്നും നടപ്പാക്കാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലാക്രമണം തടയാനും തീരം സംരക്ഷിക്കുവാനും നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഗോദീശ്വരം ജനതകൾക്ക് പറയുവാനുള്ളത് ഒന്നു മാത്രം: അടുത്ത മഴക്കാലമെങ്കിലും സുരക്ഷിതമായി അവർക്ക് അവരുടെ വീടുകളിൽ താമസിക്കുവാൻ കഴിയണം. അവരുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്ന് മാത്രമാണ് അവർക്ക് അധികാരികളോട് പറയുവാനുള്ളത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.